പ്രൊഫസർ എ ജി ജോർജ്, ഇപ്പോഴിതാ നിലമ്പൂരിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണോ BJP ഇതിലൂടെ എടുത്തിരിക്കുന്നത്? നമ്മൾ ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വളരെ ട്വിസ്റ്റായിട്ട് തന്നെയാണ് ഇന്ന് അവർ രാവിലെ തന്നെ പ്രഖ്യാപനം നടത്തിയത്. നിലമ്പൂരിൽ BJPയുടെ ഒരു സാന്നിധ്യം അത് നിറയാനുള്ള ഒരു സാധ്യതയുണ്ടോ മോഹൻ ജോർജിലൂടെ? അക്ഷയ പറഞ്ഞു തുടങ്ങിയെടുത്ത് തന്നെ ആരംഭിക്കാമെന്നാണ് എന്റെ വിചാരം. തന്ത്രപ്രധാനമായ തീരുമാനമൊന്നും ഇത്തരം തീരുമാനങ്ങളെ വിശേഷിപ്പിച്ച് കളയരുത്. അത് കുറച്ച് അധികപ്പറ്റാണ്. കാരണം ഇതിനകത്ത് യാതൊരു തന്ത്രവുമില്ല. കാരണം എത്ര ദയനീയമായ ഒരു ചിത്രമാണ് BJP രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ വരച്ചു കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അക്ഷയ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണല്ലോ BJP വലയും വീശി നടക്കുകയായിരുന്നു. ഈ മഴക്കാലമായതുകൊണ്ട് ഒറ്റാല് വല എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള മീൻപിടുത്തത്തിന്റെ ഉപകരണങ്ങളാണ്. എവിടെയെങ്കിലും കണ്ടാൽ അവിടെ തപ്പുക എന്നുള്ളതാണ് പ്രമാണം. എന്നതുപോലെ ഒരു ദേശീയ പാർട്ടിക്ക് ഈ ഒരു ദുർഗതി ഉണ്ടായ ചരിത്രം അക്ഷയയുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലമായിട്ട് അവർക്ക് സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം പാർട്ടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നു. രാജീവ് ചന്ദ്രശേഖർ വലിയ ആഡംബരത്തോടുകൂടി വലിയ ആഘോഷത്തോടുകൂടിയൊക്കെ സംസ്ഥാനത്തിന്റെ BJPയുടെ നേതൃസ്ഥാനത്തെത്തി. അന്നൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അങ്ങനെയൊക്കെ രാജീവ് ചന്ദ്രശേഖരെ പോലെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു നേതാവ് വന്നിട്ട് പോലും അവർക്കൊരു സ്വന്തമായ നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നാളിതുവരെ കഴിഞ്ഞില്ല എന്നത് എത്ര ദയനീയമായിരുന്നു. സാർ, ഒരു കാര്യം, ഈ ഒരു കോൺഗ്രസും CPM ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനിടയിൽ തൃണമൂലിനായി PV അൻവറും ഇറങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ ഇതൊരു BJPയുടെ തന്ത്രം തന്നെയല്ലേ? അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനിയും അക്ഷയ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. മലയോര കർഷകർക്ക് എനിക്ക് നല്ല പരിചയമുള്ള ഒരു മണ്ഡലമാണ്. മാത്രമല്ല ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി എന്റെ ഒരു വ്യക്തിപരമായ സുഹൃത്തും എന്റെ സഭയിലെ അംഗം കൂടിയാണ്. എനിക്ക് അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ ക്രിസ്ത്യാനികളുടെയൊക്കെ ഉള്ള ഒരു പൊതുവായ സംഖ്യയും ഒരു രീതിയും ഒക്കെ ഏകദേശം അറിയാവുന്ന ഒരാളാണ്. ഇവിടെ ചുങ്കത്തറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിലമ്പൂര് വളരെ പ്രധാനമായ ഒരു കുടിയേറ്റ കേന്ദ്രമാണ് ചുങ്കത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയാണ് ഈ ക്രൈസ്തവർ ഏറിയ പങ്കും കൃഷിപ്പണിക്കായിട്ട് കുടിയേറിയവര്. അത് മധ്യ തിരുവിതാംകൂറിന്റെ പല ഭാഗത്തു നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയവരാണ്. അവിടെ പോയി വളരെയധികം അധ്വാനിച്ചൊക്കെ ആണ് രണ്ടാം തലമുറ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് പല തൊഴിലിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഞങ്ങളുടെ സഭയുടെ വകയായിട്ട് തന്നെ ഒരു കോളേജ് തന്നെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അല്പം സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നു വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ മറ്റ് സഭാ വിഭാഗങ്ങളും ഉണ്ട്. ഏതാണ്ട് 30,000-ഓളം ക്രൈസ്തവരുണ്ട് ആ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഈ 30,000 ക്രൈസ്തവ സഭാംഗങ്ങൾ പല സഭകളിലായി ചിതറിക്കിടക്കുന്നു. അതിനകത്തെ ഒരു പ്രബല വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ മോഹൻ ജോർജ് അവിടെ ഇത്രയും കാലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ യുവ നേതാവായിരുന്നു. അല്ലാതെ അവിടെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ അംഗമായിരുന്നു. ഇന്നലെ വരെ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രധാന പ്രവർത്തകനായി രംഗത്ത് നിന്നിരുന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളിനെയാണ് രായിക്ക് രാമായണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലവീശി ഇപ്പോൾ BJP പിടിച്ചിരിക്കുന്നത്. എന്തൊരു ദയനീയമായ ഒരു ചിത്രമാണ് ഇത്. എന്ത് തന്ത്രമാണിത്? അവിടെ ഇപ്പോൾ ക്രൈസ്തവരുടെ വോട്ടുകളെല്ലാം BJP ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കിട്ടിയെന്ന് പറയുന്നത് എന്തൊരു വികലമായ ഒരു രാഷ്ട്രീയ സമീപനമാണ്. അതിനകത്ത് എന്ത് തന്ത്രമാണുള്ളത്? അവര് യഥാർത്ഥത്തിൽ അവരുടെ തന്ത്രം പാളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അപഹാസ്യരായിരിക്കുകയാണ്. സ്വന്തമായി പാർട്ടിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ദേശീയ പാർട്ടിയുടെ ഒരു നില എന്താണെന്നുള്ളത് ഈ അക്ഷയെ പോലെയുള്ള ആളുകൾ ചിന്തിക്കണം. നമ്മളെ അല്പം ഏതാണ്ട് ഒരു 3-4 ദിവസം മുമ്പ് കണ്ടതാണല്ലോ. അതിനേക്കാൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമീപനം. ഇവർ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ബീന ജോസഫിനെ അവിടെ മഞ്ചേരിയിൽ പോയി അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറെ നമ്മുടെ സംസ്ഥാന BJPയുടെ വലിയ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് MT രമേശ് പോയി കണ്ട് ഒരു സ്ഥാനാർത്ഥിയാകാമെന്ന് ചോദിച്ചതും അവരെ ഏതാണ്ട് കാൽ സമ്മതം പോവുകയും അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും സമ്മതിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരികയും ചെയ്തു. തിരിച്ച് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലെ അക്ഷയ തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ അതിൽ കടക്കുന്നില്ല. എന്തായാലും ദയനീയമായ ഒരു അവസ്ഥയിലാണ് BJP ചെന്നുപെട്ടിരിക്കുന്നത്.
ഈ BJPയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നൊരു സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ സാഹചര്യം? അത് നമ്മൾ കേട്ടതല്ലേ. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവർ അവരുടെ സഖ്യകക്ഷിയായ BDJS-നോട് പോയി പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം കെട്ടിവെച്ച കാശ് പോലും കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് സംശയമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ദുർഗതി പിടിച്ച് ഗതികെട്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെയാണ് BJP ഒരു ക്രൈസ്തവൻ എന്ന ഒറ്റ കാരണത്താൽ ഒരു സ്ഥാനാർത്ഥിയെ പോയി വിലക്ക് വാങ്ങിച്ചോ വല വീശിയോ പിടിച്ചിരിക്കുന്നത് ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹം അവിടെ ഈ എത്രമാത്രം സ്വാധീനമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നൊക്കെ അറിയാം. ഞാനൊന്നുകൂടെ ചോദിക്കാം. BJP വോട്ടർമാർക്ക് ആത്മാർത്ഥമായി ഇന്നലെ കണ്ടുപിടിച്ച സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ ഇയാൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ മനസാക്ഷി അനുവദിക്കുമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ രാഷ്ട്രീയമാണ്, മനസാക്ഷിയുടെ ആവശ്യമില്ലെങ്കിൽ പോലും അവിടെ BJP മുഖൻ ഒറ്റ വാക്യത്തിൽ ഞാൻ പറയാം അക്ഷയ, BJP മുഖൻ രക്ഷിക്കാനായി നടത്തുന്നതായിട്ടുള്ള ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു പ്രകടനമായി ഇത് തീരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന്റെ എത്ര അളവ് വരെ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഉണ്ടെന്നുള്ളത് കാണുന്നത് നമുക്കെല്ലാം കൗതുകകരമായിട്ടുള്ള ഒരു കണക്കുമായിരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഏതായാലും അതുകൊണ്ട് ഈ BJPയുടെ നീക്കത്തെ തന്ത്രപരമായ നീക്കമെന്നൊന്നും വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർക്ക് ഈ രാജീവ് ചന്ദ്രശേഖരന് പോലും കേന്ദ്ര നേതൃത്വത്തോട് മറുപടി പറയേണ്ടതായിട്ട് വരുമെന്നുള്ള ഭയം കൊണ്ടാണ് അവരിപ്പോൾ വളരെ വൈകി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. ഈ സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം 5 പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ടതില്ല. കാരണം നമ്മളെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം സോഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ ഇതിന്റെ പേരിൽ ഇപ്പോൾ ഇന്ന് മുതൽ പിരിവ് തുടങ്ങും. അപ്പോൾ സംഖ്യാപരമായി കിട്ടുന്ന തുകയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും നിർണായകമായ ഒരു ഘടകം. അത് ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആയി നിന്നാൽ കിട്ടുന്ന പണത്തിനൊന്നും യാതൊരു കണക്കുമില്ല. ആളുടെ മുമ്പിൽ ചോദിക്കേണ്ടതില്ല. സർ, സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. എന്തായാലും അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സരം കൂടുതൽ കടുക്കുന്നത് തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള കാഴ്ചകൾ.